കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ ഗ്രൂപ്പുകളും പൂജാ ഗ്രൂപ്പുകളുമൊക്കെ പ്രാർത്ഥനയിലായിരുന്നു, വേദനയോടെ ഉള്ള പ്രാർത്ഥനയിലായിരുന്നു. കാരണം നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ ബംഗ്ലാദേശിൽ തടവിലാക്കപ്പെട്ട ഇസ്കോണിൻ്റെ മേധാവിയും സന്യാസി വര്യനുമായ ചിന്മയ് കൃഷ്ണദാസിൻ്റെ മോചനം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഏവരും ഉറ്റുനോക്കിയതെങ്കിൽ ഇപ്പോൾ അവർക്ക് നിരാശ നൽകിക്കൊണ്ട് ബംഗ്ലാദേശ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു സ്വാമിയുടെ. അവർ അതിൽ പ്രധാനമായി പറഞ്ഞ കാര്യം ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ കാവി പതാക സ്വാമി ഉയർത്തി അത് ബംഗ്ലാദേശിൻ്റെ ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിലേക്കായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു പ്രത്യാഘാതം വരുത്തി വെക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം സ്വാമിക്ക് ജാമ്യം കിട്ടുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു. ഇന്ത്യയുടെ ഒരു സംഘം, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അടക്കം 2-3 ആഴ്ചകൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെത്തി അവരുമായി സംസാരിച്ചു. അപ്പോഴും ഹൈന്ദവ ലോകത്തിന് വലിയ പ്രതീക്ഷ തന്നെ ആയിരുന്നു സ്വാമിക്ക് ജാമ്യം കിട്ടുമെന്ന്. 11ഓളം അഭിഭാഷകരെയാണ് സ്വാമിയുടെ ജാമ്യത്തിനായി അണിനിരത്തിയിരുന്നത്. സുപ്രീം കോടതി അഭിഭാഷകരടക്കം 11ഓളം പേരെയാണ് സ്വാമിയുടെ ജാമ്യത്തിന് വേണ്ടി അണിനിരത്തിയതെങ്കിൽ പോലും ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇനി എന്തായെന്ന് മതമൗലികവാദികളുടെയും ഭീകര സംഘടനകളുടെയും പിടിയിലമർന്ന ബംഗ്ലാദേശിൽ ഇനി സ്വാമിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇസ്കോൺ മാത്രമല്ല വിവിധ ഹൈന്ദവ സമൂഹങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഏതായാലും വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ലഭ്യമാകുമെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.